കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ BCom BBA സ്റ്റുഡൻസിന്റെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന സബ്ജക്റ്റിന്റെ എക്സാം ആണ് നാളെ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ BRMന്റെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോസ്, 2 മാർക്ക്, ഷോർട്ട് എസ്സേ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് MCQന്റെ പാർട്ട് 1-2 വീഡിയോസും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകേണ്ട വീഡിയോസിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഈ വീഡിയോ കണ്ടതിന് ശേഷം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ചോദിക്കുന്ന essay ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള essay ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ essay ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സ് അടക്കം പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ എഴുതണം, എങ്ങനെ essay ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് എസ്സേൻ്റെ ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മളിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയേഴ്സിൽ വന്നതാണ്. ഈ വർഷം ചോദിക്കുമെന്ന് 100% ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയില്ല ഇനിയിപ്പോൾ പുതിയ സെക്ഷനിൽ ചോദിച്ചാലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മോഡലായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, പിന്നെ ചില പാർട്ടുകളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതല്ലാതെ ഈ ക്വസ്റ്റ്യൻ തന്നെ വരുമെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് ഈ ഒരു ഏരിയാസ് എല്ലാം ഒന്ന് കവർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ പോകാൻ നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയേഴ്സിൽ എങ്ങനെയൊക്കെ ആ ക്വസ്റ്റ്യൻ വന്നതെന്നൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നവംബർ 2023, അതായത് ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ചോദ്യങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ ആൻസേഴ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഒബ്സർവേഷൻ മെത്തേഡ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ചാപ്റ്റർ പറയാം, അതിനുശേഷം ആൻസറിലേക്ക് വരാം. അപ്പം ടെക്സ്റ്റ് ബുക്ക് ഉള്ള കുട്ടികൾക്ക് ആ ചാപ്റ്ററിൽ നേരിട്ട് പോയി ഈ ഒരു ആൻസർ കണ്ടെത്തി പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ വരുന്നത് ചാപ്റ്റർ 5 ഡാറ്റ കളക്ഷൻ എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ 5 ഡാറ്റ കളക്ഷനിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സൊക്കെ ഒന്നും ലാസ്റ്റ് ആകുമ്പോൾ മനസ്സിലാവും, എല്ലാ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ചാപ്റ്റർ 5 ഡാറ്റ കളക്ഷനിൽ നിന്നാണ്. ദെൻ അതേപോലെ തന്നെ ആ ഒരു ഇയറിൽ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് വാട്ട് ഈസ് ഡാറ്റ പ്രോസസ്സിംഗ്, വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന്. ഇത് വന്നിരിക്കുന്നത് ചാപ്റ്റർ 7 ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ചാപ്റ്റർ 7 ആണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ദെൻ ആ ഒരു ഇയറിലെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ റിസർച്ച് റിപ്പോർട്ട്, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് റിപ്പോർട്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വന്നിരിക്കുന്നത് ചാപ്റ്റർ 8 ആണ്, പ്രിപ്പറേഷൻ ഓഫ് ദി റിസർച്ച് റിപ്പോർട്ട്. ചാപ്റ്റർ 8 ഞാൻ ജസ്റ്റ് റിസർച്ച് റിപ്പോർട്ട് എന്ന് എഴുതുന്നുള്ളൂ കേട്ടോ. റിസർച്ച് റിപ്പോർട്ട്. അപ്പോൾ ഈ ഒരു 5, 7, 8 ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെയാണ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ചോദ്യം എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഒബ്സർവേഷൻ മെത്തേഡ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. അപ്പോൾ പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്താണെന്ന് നമ്മൾ എഴുതണം, അതിനുശേഷം ഒബ്സർവേഷൻ്റെ കാര്യം എഴുതണം, അതിനുശേഷം വേണം നമുക്ക് മെറിറ്റ്സും ഡിമെറിറ്റ്സും എഴുതാൻ. കാരണം ഇത് essay ക്വസ്റ്റ്യൻ ആണ്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാലാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. അപ്പോൾ അവർ വന്ന വഴി നമ്മൾ കാണിക്കണം. പെട്ടെന്ന് തന്നെ പോയിട്ട് അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ഓർ മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ് അങ്ങനെ എഴുതാതെ ആ ഒരു എന്താണ് പ്രൈമറി ഡാറ്റ കളക്ഷൻ, അതിൽ എന്താണ് ഒബ്സർവേഷൻ മെത്തേഡ്, അതിനുശേഷം അതിൻ്റെയാണ് മെറിറ്റ്സും ഡിമെറിറ്റ്സും നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഞാൻ ആൻസറിലേക്ക് പോവാം. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്രൈമറി ഡാറ്റ അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റ കളക്ഷൻ അങ്ങനെയുള്ള ഒരു ആൻസർ നമ്മൾ ആദ്യം തന്നെ എഴുതി. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഒരു ഡാറ്റയാണ്. ത്രൂ ക്വസ്റ്റിനെയേഴ്സോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെയാണ് അല്ലെങ്കിൽ ഡാറ്റയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഫ്രഷ് ഡാറ്റ ആയിരിക്കും, അതേപോലെ തന്നെ മുന്നേ ആരും പ്രിപ്പയർ ചെയ്ത് വെക്കാത്ത ഡാറ്റ കാര്യങ്ങളാണ് പ്രൈമറി ഡാറ്റ. അപ്പോൾ ആ ഒരു പ്രൈമറി ഡാറ്റയിൽ തന്നെ പിന്നെ വരുന്നതാണ് ഒബ്സർവേഷൻ മെത്തേഡ്. സോ ഒബ്സർവേഷൻ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് എക്വയറിംഗ് നോളജ് ഇൻ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ സയൻസ്. അപ്പോൾ നമ്മൾ ഒബ്സർവേഷനിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ അറ്റ് എനി സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഓർ റിസർച്ച്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒബ്സർവേഷൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്.
അങ്ങനെ ഇത്രയും എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, അത് തന്നെയാണ് മെറിറ്റ് ഡിമെറിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജിലേക്ക് നമ്മൾ കിടക്കണം. അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ അഡ്വാൻറ്റേജ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിതെല്ലാം ഓൾറെഡി ചാപ്റ്ററിൻ്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്, അതാണ് മിസ് പിന്നെയും പറയാത്തത് കേട്ടോ. അപ്പം ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർക്ക് അവിടെ നോക്കിയിട്ട് ഈ ഒരു ആൻസർ കണ്ടെത്തി പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ വേണം ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ചോദ്യം വന്നാൽ എങ്ങനെ എഴുതണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് ഈസ് ഡാറ്റ പ്രോസസ്സിംഗ്, വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് എന്നുള്ളത്. സോ അവർ ചോദിച്ച പോലെ തന്നെ നമുക്ക് എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്നുള്ളത് ആദ്യം എഴുതണം. ഇറ്റ് ഈസ് ക്രൂഷ്യൽ സ്റ്റേജ് ഇൻ റിസർച്ച്. കണ്ടോ, നമ്മുടെ റിസർച്ചിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജ് ആണ് ഈ ഒരു സ്റ്റേജ്, ഡാറ്റ പ്രോസസ്സിംഗ്. ഡാറ്റ പ്രോസസ്സിംഗ് ഇൻവോൾവ്സ് ക്ലാസിഫിക്കേഷൻ ആൻഡ് സമ്മറൈസേഷൻ ഓഫ് ഡാറ്റ ഇൻ ഓർഡർ ടു മേക്ക് ദം എനേബിൾ ഫോർ അനാലിസിസ് എന്നുള്ളതും കൂടി നമ്മൾ എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ, ഷടാ എനിക്കത് വളഞ്ഞിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക ഡാറ്റ പ്രോസസ്സിങ്ങിൽ. ഇത് എഴുതി വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്സ് ഓർ സ്റ്റേജസ് ആണ് എഴുതേണ്ടത്. സ്റ്റേജസ് എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ, ടേബുലേഷൻ, ഇങ്ങനെ 4 സ്റ്റേജുകളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡാറ്റ പ്രോസസ്സിംഗ് എന്താണ് എന്നുള്ളത് ഒന്ന് വൃത്തിയിൽ എഴുതിയതിന് ശേഷം ഈ 4 സ്റ്റേജും നമ്മൾ 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ പേരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോ സ്റ്റേജും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ, ടേബുലേഷൻ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇതാണ് രണ്ടാമത്തെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കി നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് റിസർച്ച് റിപ്പോർട്ട്, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് റിപ്പോർട്ട്. ചാപ്റ്റർ 8 നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ് റിസർച്ച് റിപ്പോർട്ട്. റിസർച്ച് റിപ്പോർട്ട് ഒരു ഓറൽ പ്രസൻറ്റേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഹാസ് ദി പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് റിസർച്ച് ഫൈൻഡിങ്സ്, റെക്കമെൻഡേഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ള ഒന്നാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് മാനേജ്മെന്റിനും ഓഡിയൻസിനൊക്കെ ഫൈൻഡിങ്സും റെക്കമെൻഡേഷൻസും കൃത്യമായിട്ട് കാണിക്കുന്ന ഒന്നാണ് റിസർച്ച് റിപ്പോർട്ട്. പലതരത്തിലുള്ള റിസർച്ച് റിപ്പോർട്ടുകൾ ഉണ്ട്. അതിൽ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടൈപ്സ് ഓഫ് റിപ്പോർട്ട്, ഓറൽ റിപ്പോർട്ട് ഉണ്ട്, റിട്ടൺ റിപ്പോർട്ട് ഉണ്ട്. റിട്ടൺ റിപ്പോർട്ടിൽ തന്നെ പോപ്പുലർ റിപ്പോർട്ട്, റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ആൻ അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പല ടൈപ്സ് ഓഫ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ടൈപ്സ് ഓഫ് റിപ്പോർട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഈ ടൈപ്സ് ഒക്കെ നമ്മൾ 1 by 1 ആയിട്ടും പഠിക്കണം, 2 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ചോദ്യം, ഇനി അതിന് മുന്നത്തെ ഇയർ 2022 നവംബറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റിസർച്ച് പ്രോസസ്സ്. റിസർച്ച് പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ചാപ്റ്റർ, ഈ ഒരു 2022 ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ ചാപ്റ്റേഴ്സ് ആദ്യം തന്നെ നമുക്ക് എല്ലാം ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം. അപ്പോൾ നമ്മുടെ ഇതിലെ ഒന്നാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണേ. ഫസ്റ്റ് ചാപ്റ്റർ എന്നാണ് ഞാൻ എഴുതുന്നുള്ളൂ, ഇപ്പോൾ പേര് എഴുതുന്നില്ല കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ദെൻ അപ്പം നമുക്ക് അതൊന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്, റിസർച്ച് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാരണം ഇൻറ്റേർണൽ എക്സാമിന് കുറച്ച് കോളേജുകാർക്ക് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് പഠിച്ചു വയ്ക്കുക നിങ്ങൾ. അപ്പോൾ റിസർച്ച് എന്താണെന്ന് എഴുതുക, വേണമെങ്കിൽ ബിസിനസ് റിസർച്ചും അവിടെ എന്താണെന്ന് നിങ്ങൾ എഴുതിക്കും. ബിസിനസ് റിസർച്ച് വരുമ്പോൾ എന്താ, ഇറ്റ് ഈസ് ദ പ്ലാനിങ്, കളക്ഷൻ, അനാലിസിസ് ഓഫ് ഡാറ്റ റെലവൻറ്റ് ടു ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ അത് എഴുതിയതിന് ശേഷം ഈ ഒരു എന്ത് ചെയ്യുക, പോയിന്റ്സ് എഴുതുക, സ്റ്റെപ്സ്. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു 13 സ്റ്റെപ്സ് വരുന്നുണ്ട്. അപ്പോൾ എസ്സേയിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് ഇങ്ങനെ തന്നെ എഴുതുക താഴേക്ക്, എന്നിട്ട് പിന്നെ ഓരോന്നെടുത്ത് വീണ്ടും ഒരു 2 or 3 ലൈനിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എഴുതുക. ഇനി അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ദ ലേ ഔട്ട് ഓഫ് എ റിസർച്ച് റിപ്പോർട്ട് എന്നുള്ളതാണ്. ഈ ഒരു ചോദ്യം ആണ് ഞാൻ പറഞ്ഞ റിപ്പീറ്റ് ചെയ്ത ചോദ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ അതെ 5th ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. പിന്നെ 2021 കണ്ടോ 10ാമത്തെ ചോദ്യം നോക്കിയേ, ഡിസ്ക്രൈബ് ദ ലേ ഔട്ട് ഓഫ് എ റിസർച്ച് റിപ്പോർട്ട്. അപ്പോൾ ഈ ഒരു ചോദ്യമാണ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണുന്നത്, ബാക്കിയൊന്നും അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്, 8th ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ദി റിസർച്ച് റിപ്പോർട്ട് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു 8th ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്. 8th ചാപ്റ്റർ 10ാമത്തെ 8th ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ ഫോർമാറ്റ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് എന്നാണ് കിടക്കുന്നുള്ളത്, പക്ഷേ ഫോർമാറ്റ് ലേ ഔട്ട് സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരണേന്നുള്ളത്
ഫോർമാറ്റ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് എന്നുണ്ട്. അപ്പോൾ എന്താണ് റിസർച്ച് റിപ്പോർട്ട് എന്നുള്ളത് എഴുതിയതിന് ശേഷം അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് മെയിനായിട്ട് 3 സ്റ്റേജസ് ആയിട്ടാണ് വരുന്നത്, 3 പാർട്സ് ആയിട്ടാണ് വരുന്നത്. പ്രിലിമിനറീസ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, റെഫറൻസ് മെറ്റീരിയൽ, ഇങ്ങനെ 3 പാർട്ടാണ്. അപ്പോൾ അത് ആദ്യം എഴുതാം. പിന്നെ പ്രിലിമിനറീസിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇത്രയും വരുന്നുണ്ട് കേട്ടോ. ടൈറ്റിൽ പേജ്, ലെറ്റർ ഓഫ് ട്രാൻസ്മിറ്റൽ, അക്നോളജ്മെന്റ്, ലെറ്റർ ഓഫ് ഒതന്റിക്കേഷൻ, ടേബിൾ ഓഫ് കണ്ടൻസ്, ലിസ്റ്റ് ഓഫ് ടേബിൾ, ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് ഓർ ഇല്ലുസ്ട്രേഷൻസ്, ഇത്രയും പ്രിലിമിനറീസിൽ വരുന്നുണ്ട്. ഇനി ടെക്സ്റ്റിൽ നോക്കാന്ന് വെച്ചാൽ എബ്സ്ട്രാക്ട്, ഇൻട്രൊഡക്ഷൻ, റിസർച്ച് പ്രൊസീജിയർ, റിസൾട്ട് ഡിസ്കഷൻ, കൺക്ലൂഷൻ ആൻഡ് സമ്മറി. ഇനി ലാസ്റ്റ് റെഫറൻസ് മെറ്റീരിയലിൽ ബിബ്ലിയോഗ്രഫി, അപ്പൻഡിക്സ്, ഇൻഡെക്സ്, അങ്ങനെയുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇതാണ് ലേ ഔട്ട് ഓഫ് ബിസിനസ് റിസർച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ ഫോർമാറ്റ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത്രയും സംഭവങ്ങൾ ഇത് കൃത്യമായിട്ട് 3 പാർട്ടാക്കിയിട്ട് ഓരോ പാർട്ടിലും ഇന്നർ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കും. ഇനി നമ്മുടെ 6ാമത്തെ ചോദ്യമാണ് ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് റിലേറ്റ് ടു റിസർച്ച് ഡിസൈൻ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ, ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. നമ്മുടെ അടുത്ത് ഇവിടെ ആദ്യം തന്നെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്, അതിനുശേഷമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റിസർച്ച് ഡിസൈൻ എന്താണെന്ന് എഴുതുക, അതിനുശേഷം അതിൻ്റെ ഫീച്ചേഴ്സ്, ഈ പോയിന്റ്സ് സിമ്പിളായിട്ടൊന്ന് നിങ്ങൾ എഴുതി വെക്കുക. ആക്ടിവിറ്റി ആൻഡ് ടൈം ബേസ്ഡ് ആണ്, ഓൾവേസ് ബേസ്ഡ് ഓൺ ദ റിസർച്ച് ക്വസ്റ്റ്യൻ, ഇറ്റ് കംപ്രൈസസ് ദ ടൈം ആൻഡ് കോസ്റ്റ് ബഡ്ജറ്റ്, ഇറ്റ് ഈസ് എ ഗൈഡ് ഫോർ സെലക്ടിങ് സോഴ്സസ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒന്ന് എഴുതി വെക്കാം. ഒരു 6-7 പോയിന്റ്സ് എഴുതിയാൽ മതിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എസെൻഷ്യൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, പിന്നെ എക്സ്ട്രേനിയസ് വേരിയബിൾ, കൺട്രോൾ, അങ്ങനെ മൊത്തം ഒരു 10 എണ്ണം എങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, 10 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഈ 10 കോൺസെപ്റ്റുകളും നമ്മൾ അതിൻ്റെ കൂടെ എഴുതി വെക്കണം. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സും എഴുതണം, കോൺസെപ്റ്റും എഴുതണം. അതിന് മുന്നായിട്ട് ഏറ്റവും ആദ്യം റിസർച്ച് ഡിസൈനും എന്താണെന്ന് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്തൊരു ചോദ്യമാണ് വാട്ട് ഈസ് സ്കെയിലിംഗ് ആൻഡ് വാട്ട് ആർ ദ സ്കെയിലിംഗ് ടെക്നിക്സ് എന്നുള്ളത്. ഇവർ ചോദിച്ചിരിക്കുന്ന പോലെ തന്നെ ആദ്യം സ്കെയിലിംഗ് എന്താണെന്ന് ചെറിയൊരു പാരാഗ്രാഫ് എഴുതാം, ദെൻ 1 by 1 ടെക്നിക്സ് ആയിട്ട് നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ചാപ്റ്ററും ബാക്കി കാര്യങ്ങളും നോക്കാം. ഇത് 4th ചാപ്റ്റർ, മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് എന്നുള്ള 4th ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ സ്കെയിലിംഗ് എന്താണെന്ന് നമ്മൾ എഴുതണം. ദ ടേം സ്കെയിലിംഗ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് മെഷറിംഗ് ഓഫ് സംതിങ്, എന്തെങ്കിലും കാര്യം മെഷർ ചെയ്യുന്നതാണ് സ്കെയിലിംഗ്. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ വേരിയസ് തിങ്സ്. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് മെഷർമെന്റ് എന്നുള്ള സ്കെയിലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു ഷോർട്ട് പാരഗ്രാഫ് ആയിട്ട് നമ്മൾ കൊടുക്കുക. എന്നിട്ട് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് സ്കെയിലിംഗ് ടെക്നിക്സ് ആണ് പിന്നെ അവർ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ ടെക്നിക്സിൽ തന്നെ ഒത്തിരി ടെക്നിക്സുകൾ വരുന്നുണ്ട്. റേറ്റിംഗ് സ്കെയിലാണ് ആദ്യത്തെ ടെക്നിക്ക്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഡിക്കോട്ടോമസ് സ്കെയിലുണ്ട്, കാറ്റഗറി സ്കെയിലുണ്ട്, ലിക്കേർഡ് സ്കെയിലും വരുന്നുണ്ട്. ഒരു ഏരിയ വേണം നിങ്ങൾ അവിടെ എഴുതി വെക്കാനായിട്ട്. ഇനി അടുത്തത് 2021 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാന്ന് വെച്ചാൽ അതിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് നരേറ്റ് ജനറലി ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ടേബുലേഷൻ ഓഫ് ഡാറ്റ. ടേബുലേഷൻ ഓഫ് ഡാറ്റ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ചാപ്റ്റർ 7 ഡാറ്റ പ്രോസസ്സിംഗിൽ നിന്നാണ് കേട്ടോ. ചാപ്റ്റർ 7 ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു 22 എണ്ണമൊക്കെ ഉണ്ട് നമുക്ക് പ്രിൻസിപ്പിൾസ്. അപ്പം അതിൽ നിങ്ങൾ നോക്കിയിട്ട് എസ് എ ആണ്, അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ടേബുലേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ 22 എണ്ണം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 7th ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ 22 എണ്ണം പഠിക്കാൻ പറ്റുവാണെങ്കിൽ പഠിക്കുക. നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് എഴുതിയാലും കുഴപ്പമില്ല, പ്രിൻസിപ്പിൾസ് മാറിപ്പോവാതിരുന്നാൽ മതി. അപ്പോൾ അത് ചാപ്റ്റർ 7 ആണ്. ഇനി അടുത്തൊരു ചോദ്യം നരേറ്റ് ഇമ്പോർട്ടൻ്റ് ഓർ യൂസസ് ഓഫ് റിസർച്ച് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. നരേറ്റ് ഇമ്പോർട്ടൻ്റ് ഓർ യൂസസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഓർ എന്താ പറയുക യൂസസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പർപ്പസ് തന്നെ നമുക്ക് യൂസസ് ആയിട്ട് പറയാനായിട്ട് പറ്റും. അപ്പോൾ പർപ്പസ് ആയിട്ട് ഇവിടെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ടു പ്രൊമോട്ട് ബിസിനസ്, ടു എൻഷുർ ഫ്യൂച്ചർ സക്സസ്, ഗ്യാദർ റെലവൻറ്റ് ഇൻഫോർമേഷൻ, ടു ഡിറ്റർമൈൻ ദ പ്ലെയേഴ്സ് ഇൻ ദ ജോബ് മാർക്കറ്റ്, ഹെൽപ്പ് ദ മാനേജർ ടു ഐഡൻറ്റിഫൈ ദ സോൾവ് സ്മോൾ പ്രോബ്ലംസ്, ടു സേവ് ടൈം ആൻഡ് കോസ്റ്റ്, ഫെസിലിറ്റേറ്റ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. ഇത്രയൊക്കെയാണ് പർപ്പസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. തന്നെ നമുക്ക് യൂസ് ഒക്കെ ആയിട്ട് എഴുതാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ചോദിക്കുമ്പോൾ ഓരോരുത്തർക്കുള്ളത് നമ്മൾ എഴുതണം. ജോബ് സീക്കേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, B2B പ്രൊവൈഡേഴ്സ്, ഫിലാന്ത്രോപ്പിക് ഓർഗനൈസേഷൻസ്, ഇതൊക്കെയാണ് അതിൽ വരുന്നത്.
അപ്പോൾ ഇതിൽ ഫിലാൻത്രോപ്പിക് നമുക്ക് ഒരു തവണ 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. 2 മാർക്കിനൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ ആണ് നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. പിന്നെ 10ാമത്തെ ചോദ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ലേ ഔട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു. 10ാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ ലേ ഔട്ട് ഓഫ് എ റിസർച്ച് റിപ്പോർട്ട്, ഓൾറെഡി 8th ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എന്താ പറയുക, പ്രോബബിലിറ്റീൻ്റെ കേസിൽ എന്താ പറയുക, നോൺ പ്രോബബിലിറ്റി ഉണ്ട്, പ്രോബബിലിറ്റി സാമ്പിളിങ്ങുമായിട്ടും വരുന്നുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റീൻ്റെ ഉള്ളിൽ തന്നെ റാൻഡം സാമ്പിളിങ് വരുന്നുണ്ട്. പിന്നെ റാൻഡം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ഓർ അൺസ്ട്രക്ചേർഡും റെസ്ട്രിക്റ്റഡ് റാൻഡം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ അതിൽ തന്നെ ഒരു ലോട്ടറി മെത്തേഡൊക്കെ വരുന്നുണ്ട്. ദെൻ പിന്നീട് നമ്മൾ ഈ ഒരു റെസ്ട്രിക്റ്റഡ് റാൻഡത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്താ പറയുക, സ്ട്രാറ്റിഫൈഡ്, ക്ലസ്റ്റർ, മൾട്ടി സ്റ്റേജസ്, സിസ്റ്റമാറ്റിക് റാൻഡം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. നോൺ പ്രോബബിലിറ്റീൻ്റെ കേസിൽ ഇത്രയും വരുന്നുണ്ട്: ആക്സിഡൻറ്റൽ, കോട്ട, പേർപ്പസീവ്, ദെൻ കൺവീനിയൻറ്റ്, സ്നോബോള്, സെൽഫ് സെലക്ഷനൊക്കെ. സ്നോബോളൊക്കെ എപ്പോഴും 2 മാർക്കിന്, കോട്ട സാമ്പിളിംഗ് ആയാലും സ്നോബോൾ ആയാലും എപ്പോഴും 2 മാർക്കിന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമ്മുടെ അടുത്ത് 2 മാർക്കിനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് ഈ പ്രോബബിലിറ്റി നോൺ പ്രോബബിലിറ്റീൻ്റെ എസ്സേ ഭാഗത്ത് നിന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പം ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വിലയിരുത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. 2ാമത്തെ ചാപ്റ്റർ വന്നിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ. 1ൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നു 3-4 ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്. പിന്നെ ചാപ്റ്റർ 8 നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചാപ്റ്റർ 5, 4, 7 ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എല്ലാ ചാപ്റ്ററും ഏകദേശം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, വന്ന വഴി കാണിക്കുന്ന രീതിയിൽ. ഇപ്പോൾ റിസർച്ച് ഡിസൈൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിസർച്ച് എന്താണെന്ന് എഴുതുക, റിസർച്ച് ഡിസൈൻ എന്താണെന്ന് എഴുതുക. പിന്നെ ആയിരിക്കും അതിൻ്റെ മെറിറ്റ് എന്താ പറയുക, ഡിസഡ്വാൻറ്റേജ് ഒക്കെ. അപ്പോൾ അത് അങ്ങനെ തരം തിരിച്ചെഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഡയറക്റ്റ് ആൻസറിലേക്ക് പോവാതെ ആ ഒരു വേ നിങ്ങൾ കാണിച്ചുകൊണ്ട് ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഇമ്പോർട്ടൻറ്റ് ടേംസ് കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത് എക്സാം എഴുതാൻ ശ്രമിക്കുക. ദെൻ ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. എസ്സേ ആദ്യം എഴുതി വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, യാതൊരു കുഴപ്പമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് കേട്ടോ. എസ്സേൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇത് തന്നെ വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇത് പ്രീവിയസ് ഇയേഴ്സിൽ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം അതിനനുസരിച്ച് ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്ത് പഠിച്ച് ഒന്ന് റിവൈസ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ.